ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് KTUവിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണമെന്ന് നോക്കാൻ പോണത്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ KTU ലോഗിനിൽ കയറണം, ലോഗിൻ ചെയ്യണം. ലോഗിൻ ഹിയർ. ഇവിടെ നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും ആണ് കൊടുക്കാറ്. ഇപ്പോൾ ഞാൻ എൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഫേസാണ് വരുന്നത്. അതിനകത്ത് ക്ലിക്ക് ഹിയർ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ വരും. ഇതിനകത്ത് ഈ സൈഡിൽ മൈ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തേക്കാണ്. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. നമ്മളെ പേര് അടിച്ചു കൊടുക്കണം, നമ്മളെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കണം, ഈ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, അഡ്രസ്സ്, എവിടെ ഏത് സ്ഥലത്താണ് നമുക്ക് ആ സാധനം കിട്ടേണ്ടത്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത്, ആ അഡ്രസ്സാണ് വെക്കേണ്ടത്. നമ്മുടെ സിറ്റി, നമ്മുടെ പിൻകോഡ്, എന്നിട്ട് നമ്മളെ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി അത് വരും. എൻ്റെ പഴയൊരു ഫോട്ടോ ഓട്ടോമാറ്റിക്കലി അതിൽ വരും. എന്നിട്ട് നമുക്ക് ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷേ ഫോട്ടോ ചേഞ്ച് ചെയ്യുമ്പോൾ എത്രയെങ്കിലും ദിവസം എക്സ്ട്രാ വേണ്ടി വരും. അതുകൊണ്ട് മാക്സിമം ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഡിക്ലറേഷൻ, നമ്മളെ പാരൻറ്റിൻ്റെ പേര്, നമ്മളെ ഏജ്, ഇതെല്ലാം കൊടുക്കുക. എന്നിട്ട് ഇതാ നമുക്ക് ഇത്രയും ഓപ്ഷനുണ്ട്. 3 ഓപ്ഷനാണുള്ളത്. അതായത് 525 രൂപയ്ക്കും ചെയ്യാം, 1575 രൂപയ്ക്കും ചെയ്യാം, 4725 രൂപയ്ക്കും ചെയ്യാം. നമ്മൾ ഇതിൽ ഏതാണോ സെലക്ട് ചെയ്യുന്നത്, 525 രൂപയ്ക്കാണെങ്കിൽ അവർ 30 വർക്കിംഗ് ഡേയ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും ആ ഡേയ്സിൽ കിട്ടത്തില്ല. 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. മറ്റേ 1575 ആണെങ്കിൽ 10 ഡേയ്സിൽ കിട്ടും. 4000 ആണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ കിട്ടും. 1575 ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. 525 രൂപയ്ക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനും പറ്റും. ഇനി ഞാൻ ഇപ്പം 1575 രൂപ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് കണ്ടോ, ഇതെല്ലാം നമ്മൾ ടിക്കറ്റ് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ പേയ്മെൻറ്റ് വരും, അത് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ എഡിറ്റ് ഓപ്ഷൻ കൊടുത്താണ് നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരും. യുവർ റിക്വസ്റ്റ് ഫോർ സർട്ടിഫിക്കറ്റ് സബ്മിറ്റഡ് എന്നും പറഞ്ഞ് വരും. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഒരു മെയിൽ വരും. അതിനകത്ത് നിങ്ങളെ ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ ചിലവരുടെയിൽ വരും, ചിലവരുടെയിൽ വരത്തില്ല. അങ്ങനെ വന്നാൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്നുകൂടെ കയറിയിട്ട് ആ ഫോട്ടോ ചേഞ്ച് കൊടുക്കണം. അത് കൂടുതലും പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം അങ്ങനെ വരാം. അങ്ങനെ വന്നാൽ ഫോട്ടോ ചേഞ്ച് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നാലും 2-3 ദിവസം കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ചിലപ്പം ഈ ഫോട്ടോ റിജക്റ്റഡ് എന്നും പറഞ്ഞ് മെസ്സേജ് വരാതെ ഈ നമ്മളെ അക്കൗണ്ടിൽ കാണിക്കും. അങ്ങനെയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.